ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകചരിത്രത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയ ഫാസിസം എന്ന രാഷ്ട്രീയ ആശയത്തെക്കുറിച്ചാണ്. എന്താണ് ഫാസിസം എന്നും ആരാണ് ഇതിൻ്റെ വക്താക്കളെന്നും എന്തായിരുന്നു ഇതിൻ്റെ ചരിത്രമെന്നും നമുക്ക് നോക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സോഷ്യോടെക്. ഫാസിസം എന്നത് ദേശീയതയിൽ ഊന്നിയുള്ള അധികാര അധിഷ്ഠിതമായ രാഷ്ട്രീയ രീതിയാണ്. ഇത് സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും നിരസിക്കുകയും ഒരു ശക്തനായ നേതാവിൻ്റെ കീഴിൽ രാജ്യം ഒരുമിച്ച് ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഫാസിസം ആദ്യമായി ഉയർന്നു വന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിൽ ബെനീറ്റോ മുസോളിനിയുടെയും ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെയും നേതൃത്വത്തിലായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലുണ്ടായിരുന്ന സാമ്പത്തിക തകർച്ചയും രാഷ്ട്രീയ അസ്ഥിരതയും ആളുകളെ ശക്തമായൊരു നേതൃത്വത്തെ പിന്തുണയ്ക്കാൻ പ്രേരിപ്പിച്ചു. ഈ പശ്ചാത്തലത്തിൽ ഫാസിസത്തിന് വളരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായി വന്നു. ജർമ്മനിയിൽ ഹിറ്റ്ലർ തൻ്റെ പുസ്തകമായ മെയിൻ കാംഫ് വഴി സോഷ്യൽ ഡാർവിനിസം എന്ന ആശയം പ്രചരിപ്പിക്കുകയുണ്ടായി. അതായത് ശ്രേഷ്ഠരായവർ മാത്രം ജീവിക്കാൻ യോഗ്യരാണ് എന്നതായിരുന്നു ആ ധാരണ. ഹിറ്റ്ലർ ജൂതർക്കെതിരായ വിദ്വേഷവും ആര്യന്മാരുടെ ഔന്നത്യവുമൊക്കെ ഈ ആശയപ്രകാരമാണ് മുന്നോട്ട് വച്ചത്. ഇതാണ് പിന്നീട് ജൂതന്മാരുടെ കൂട്ടഹത്യയായ ഹോളോകോസ്റ്റിലേക്ക് പോലും നയിച്ചത്. ഫാസിസം ജനാധിപത്യത്തെ വിമർശിക്കുകയും അതിനെ പരിഹസിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ തന്നെ ഘടകങ്ങളായ നിയമസഭ, പാർലമെൻറ്റ്, വോട്ടെടുപ്പ് ഇതിനെയൊക്കെ ഉപയോഗിച്ച് അധികാരത്തിലെത്തുകയും ജനാധിപത്യത്തെ തന്നെ കശാപ്പ് ചെയ്യുകയും ചെയ്യും. ഫാസിസത്തിൽ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. രാജ്യത്തിൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്ന കുറച്ച് ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം. 1933 ഹിറ്റ്ലർ ജർമ്മൻ ചാൻസലറായി അധികാരത്തിലെത്തിയ ഉടൻ തന്നെ എതിരാളികളെ ഒക്കെ തടവിലാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു. നാസി പാർട്ടിയെ ഏകാധിപത്യ പാർട്ടിയായി പ്രഖ്യാപിച്ച് മുഴുവൻ ഭരണ സംവിധാനവും പാർട്ടിയുടെ കീഴിലാക്കി. ഇറ്റലിയിലെ ഫാസിസം തികച്ചും വ്യത്യസ്തമായ സാമൂഹിക സാഹചര്യത്തിലാണ് ഉണ്ടായത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലിയുടെ പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളിൽ തൊഴിലാളി സംഘടനകൾ പിളർന്നതും പിന്നീടുള്ള അസ്വസ്ഥതയൊക്കെ ഫാസിസത്തിന് വഴിവെച്ചു. മുസോളിനി പുതിയ തലമുറയെ ആകർഷിക്കാൻ വേണ്ടി നാഷണൽ റെവല്യൂഷൻ എന്ന ആശയമാണ് മുന്നോട്ട് വച്ചത്. ഫ്യൂച്ചറിസ്റ്റുകളായിരുന്നു ഫാസിസത്തിന്റെ മറ്റൊരു ഭാഗം. വേഗത, കരുത്ത്, യുദ്ധം തുടങ്ങിയവയെ അവർ നന്മയായും പുരോഗതിയുടെ പ്രതീകമായും കണക്കാക്കി. യുവാക്കളെ പാർട്ടിയിൽ സജീവമായി ഉൾപ്പെടുത്തുകയും സ്ത്രീകളെ വീടുകളിൽ മാത്രം തളയ്ക്കുകയും ചെയ്യുന്നത് അവരുടെ കർശന സാമൂഹിക ദർശനങ്ങളിലൊന്നായിരുന്നു. ഇറ്റാലിയൻ ഫാസിസം 1920-കളിലാണ് ആരംഭിച്ചത്. ബെനീറ്റോ മുസോളിനി ആദ്യം ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം ദേശസ്നേഹത്തെയും ആധുനികതയെയും വിശ്വസിച്ച് ഫാസിസത്തിന് തുടക്കം കുറിച്ചു. 1922 മാർച്ച് ടു റോം എന്ന പ്രതിഷേധ പ്രകടനം വഴി മുസോളിനി അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹം പാർലമെന്റിന്റെ ശക്തി കുറയ്ക്കുകയാണ് ആദ്യം ചെയ്തത്. കൂടാതെ യുവാക്കളെ സൈനിക തന്ത്രങ്ങൾ പഠിപ്പിച്ച് കർശനമായി വളർത്തുകയും സ്ത്രീകളെ വീട്ടുജോലികളിൽ ഒതുക്കി നിർത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യവും വിമത സ്വരങ്ങളും അനുവദിച്ചിരുന്നില്ല. തർക്കിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയും ചിലരെയൊക്കെ തിരഞ്ഞുപിടിച്ച് കൊല്ലുകയും ചെയ്തു. ഫാസിസത്തെക്കുറിച്ച് പല ദാർശനികരും വിവിധ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് സമീപനപ്രകാരം ഫാസിസം ക്യാപിറ്റലിസത്തിന്റെ മറുവശമാണെന്നാണ്. മറ്റു ചിലർ ഫാസിസത്തെ യുദ്ധാനന്തര മനോവിഷമത്തിന്റെ ഫലമായും കുടുംബ മൂല്യങ്ങളുടെ തകർച്ചയായി പിറന്ന മനോരോഗപരമായ പ്രതികരണമായിട്ടൊക്കെയാണ് കണ്ടത്. ഹിറ്റ്ലറും മുസോളിനിയും നേതാക്കളായിരുന്നതിനാൽ നേതാവിനെ ദൈവമായി ആരാധിക്കുന്ന ഒരു രീതി അതിനൊപ്പം ഉണ്ടായിരുന്നു. ദുച്ചെ എന്നത് മുസോളിനിയെയും ഫ്യൂറർ എന്നത് ഹിറ്റ്ലറെയും വിളിക്കുന്നതിനായിട്ട് ഉപയോഗിച്ച പദങ്ങളായിരുന്നു. ഫാസിസം ഡൈവേഴ്സിറ്റിയെ എതിർക്കുകയും ജനാധിപത്യം, വ്യക്തി സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, അഭിപ്രായ വൈവിധ്യം എന്നിവയെല്ലാം അടിച്ചമർത്തപ്പെടുകയും ചെയ്തു. ഫാസിസ്റ്റ് ഭരണം ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു നേതാവിനെ മാത്രം അനുസരിക്കുന്ന, ചോദ്യങ്ങളില്ലാത്ത, നിയന്ത്രിതമായ ഒരു സമൂഹം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അതിനാൽ തന്നെയാണ് ഫാസിസം ലോകത്ത് വലിയ ദുരന്തങ്ങൾ സൃഷ്ടിച്ചത്. ലോകയുദ്ധങ്ങൾ, കൂട്ടഹത്യകൾ, ഭീതിഭരണങ്ങൾ, പീഡനങ്ങൾ എന്നിവ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇവയെല്ലാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ജനാധിപത്യം, സമത്വം, വ്യക്തി സ്വാതന്ത്ര്യം തുടങ്ങിയ മൂല്യങ്ങൾ എത്രമാത്രം വിലയുള്ളതാണെന്നാണ്. ഫാസിസം ആവർത്തിക്കരുത്. അതിനായി നാം ചരിത്രം പഠിക്കണം, ജാഗ്രത പുലർത്തണം, വാക്കുകൾ കൊണ്ട് പ്രതികരിക്കണം. അതുവഴിയാണ് നമ്മൾ മനുഷ്യത്വം നിറഞ്ഞ ഭാവിയിലേക്ക് നയിക്കപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.